റിസർച്ച് തീരുമ്പോഴേക്കും റിസർച്ച് ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യും. വെഞ്ചർ ഫണ്ടിങ്, സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ. സോ ഇവിടെ ദിസ് ഇസ് കോൾഡ് വാലി ഓഫ് ഡെത്ത്. അത് എങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരണം? അതിനാണ് വി നീഡ് ഫിലാന്ത്രപ്പിക് ഫണ്ടിങ്, വി നീഡ് വാട്ട് ആർ കോൾഡ് ഡീപ് ടെക് ഫണ്ടിങ്, അതായത് പേഷ്യൻ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ. വിത്ത് ദിസ് വി ബിലീവ് ഫോർ ദ ഫസ്റ്റ് ടൈം വി വിൽ ഹാവ് ക്ലിയർ structural image of the human brain to adulthood and to old age and diseased brains. The entire world now believes that if you want an image of a human brain at whatever age you want, IIT Madras is the place to go. They have become number one in the world. Actually, at this resolution, nobody exists. The entire world has done about 15 brains. They have already done 70 brains, and they are on the path to do 200 brains, which will be the largest collection of images in the world. ഡിജിറ്റൽ ഹെൽത്ത് ഡേറ്റ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരൊറ്റ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൽ ഒരു റിമോട്ട് ഏരിയയിൽ പോലും ഒരു ഡോക്ടർക്ക് ഒരു പേഴ്സണിൻ്റെ മുഴുവൻ ഹെൽത്ത് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ബ്രെയിൻ, ജീനോം ഡീറ്റെയിൽസ് ഉൾപ്പെടെ കിട്ടിയാൽ അതൊരു പ്രിസിഷൻ മെഡിസിനിലേക്കും പേഴ്സണലൈസ്ഡ് മെഡിസിൻ അറ്റ് ഗ്രാസ് റൂട്ട് ലെവൽ, ലോ കോസ്റ്റ്, ഇങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അത് തന്നെയാണ് എൻ്റെ ഗോള് തന്നെ. എവറി സിറ്റിസൺ ഷുഡ് ഹാവ് എ ഹെൽത്ത് ഡേറ്റ, പേഴ്സണലൈസ്ഡ് ഹെൽത്ത് ഡേറ്റ അസോസിയേറ്റഡ് വിത്ത് ദം. AI and machine learning, data is the input, right, to train the models and things like that, and you need more and more data to train models. So data is an asset. So can we monetize that data? If we want to monetize the data, we have to establish our rights on that data at the individual level as well as on the non-personal data level. Who is the owner of that data? It's the data about Indians. So as a country, we are establishing our right over our data. Institute na fund cheyidala, then the problem is it will go into research and will probably result in a paper. Whereas if we fund the innovation hub, it will actually fund a startup. So automatically, you are actually helping a product to be commercialized, a product to be marketed, etc. So that shift in focus of where the funding should happen, how can you create industry academia collaboration. ഞാൻ ഒരു 6-7 കൊല്ലം മോഡൽ സ്കൂൾ സപ്പോർട്ട് ചെയ്തു, ബട്ട് അത് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് വെരി വെൽ. രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയും സാമൂഹിക ഉന്നമനവും ശാസ്ത്ര സാങ്കേതിക ഗവേഷണ നേട്ടങ്ങളിലൂടെ തന്നെയാണ്. എന്നാൽ 2025 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ നൽകിയ മറുപടി പ്രകാരം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ GDPയുടെ 0.64 മുതൽ 0.66% വരെ മാത്രമാണ് ചെലവാക്കുന്നത്. കൂടാതെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് കപ്പാസിറ്റി 10,000 പേർക്ക് 156 ഗവേഷകർ വരെ മാത്രം. 2025 വരെയുള്ള എസ്റ്റിമേറ്റ് സൂചിപ്പിക്കുന്നതും GDPയുടെ 0.60% വരെ മാത്രമാണ് R&Dയിൽ ഇന്ത്യ ചെലവാക്കുന്നതെന്നാണ്. വികസിത രാജ്യങ്ങൾ GDPയുടെ 3 മുതൽ 4% വരെ ചെലവാക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് കപ്പാസിറ്റി 10,000-ന് 5,000-ഓളം എന്നിരിക്കെ ഇന്ത്യ എങ്ങനെയാണ് വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്? നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. IT രംഗത്ത് ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കിയതിൽ സുപ്രധാന പങ്കുവഹിച്ച ഇൻഫോസിസ് സഹസ്ഥാപകനും സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റർ ആക്സിലർ വെഞ്ചേഴ്സ് ചെയർമാനും സയൻസ് ഫിലാന്ത്രോപ്പിസ്റ്റുമായ ഡോക്ടർ ക്രിസ് ഗോപാലകൃഷ്ണൻ ആണ് ഇന്ന് സയൻസ് ടോക്കിൽ അതിഥി. 2014 ഇൻഫോസിസ് വൈസ് ചെയർമാൻ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ബംഗളൂരു IIScയിൽ 750 കോടി രൂപയിലധികം ഇൻവെസ്റ്റ് ചെയ്ത് സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് സ്ഥാപിച്ച് IIScയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആയി.
കൂടാതെ ഹ്യൂമൻ ബ്രെയിൻ സെല്ലുലാർ റിസർച്ചിനായി ചെന്നൈ IIT-യിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ സ്ഥാപിച്ചു. കേന്ദ്ര സർക്കാർ 3600 കോടി രൂപ വകയിരുത്തിയ നാഷണൽ മിഷൻ ഓൺ ഇന്റർ ഡിസിപ്ലിനറി സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് ചെയർമാൻ കൂടിയാണ്. 2011 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വികസിത രാജ്യങ്ങൾ GDP-യുടെ 4% വരെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണത്തിനായി ചെലവാക്കുമ്പോൾ ഇന്ത്യ ചെലവാക്കുന്നത് GDP-യുടെ 1% പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യ വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്? ഇതിൽ സയൻസ് ഫിലാൻത്രോപ്പിക്ക് ഉള്ള സാധ്യത എത്രമാത്രമാണ്? ഒരു വികസിത രാജ്യം ആകണമെങ്കിൽ അതിന് സയൻസ് ആൻഡ് ടെക്നോളജിയിലും നമ്മൾ ലീഡറായിരിക്കണം. അതായത് എക്കണോമിക് സൂപ്പർ പവർ ആകണമെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി സൂപ്പർ പവർ ആയിട്ട് എക്കണോമിക് സൂപ്പർ പവർ ആകാൻ സാധിക്കുകയുള്ളൂ. അതിന് തീർച്ചയായിട്ടും നമ്മുടെ R&D സ്പെൻഡിങ് ഗവൺമെൻറ് മാത്രമല്ല പ്രൈവറ്റ് സെക്ടറും ഫിലാന്ത്രപ്പിയും എല്ലാം ചേർന്ന് 3-4% അത് പറഞ്ഞതുമാതിരി ആകേണ്ടതുണ്ട്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോഗ്രസ് ചെയ്ത് ഒരു നെക്സ്റ്റ് 10 ഇയേഴ്സിൽ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് നമ്മളെല്ലാവരും കൂടെ ചെയ്യേണ്ട കാര്യം. അതിൽ ഗവൺമെൻറ് ഒരു റോളുണ്ട്. ഗവൺമെൻറ് ലാസ്റ്റ് ഒരു 10 ഇയേഴ്സിൽ ഒരുപാട് പ്രോഗ്രസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 50,000 കോടി ഗവൺമെൻറ് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്. അതുപോലെ തന്നെ R&D ആൻഡ് ഇന്നൊവേഷൻ ഫണ്ട് അതിന് 1 lakh crore 1 ലക്ഷം കോടി അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. അത് പ്രൈമറിലി സ്റ്റാർട്ടപ്പിനും പ്രൈവറ്റ് സെക്ടർ R&Dക്കും വേണ്ടിയാണ്. ഒരു പ്രൈവറ്റ് സെക്ടർ R&D സ്റ്റെപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ എടുത്തൊരു ഇനിഷ്യേറ്റീവാണ്. ഇനി ചെയ്യേണ്ടത് പ്രൈവറ്റ് സെക്ടറാണ്. ചില ഗവൺമെൻറ് ഇത് മാത്രമല്ല, AI മിഷനുണ്ട്, സെമി കണ്ടക്ടർ മിഷനുണ്ട്, ക്വാണ്ടം മിഷനുണ്ട്. അങ്ങനെ പല മിഷനിലും ഏകദേശം 6,000 തൊട്ട് 10,000 കോടി രൂപ വരെ ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. സോ ഇനി ചെയ്യേണ്ടത് പ്രൈവറ്റ് സെക്ടറാണ്. ബട്ട് ഐ ആം ഹോപ്പ്ഫുൾ. എന്തെന്ന് വെച്ചാൽ ലാസ്റ്റ് 10 ഇയേഴ്സിൽ 2014 ഇന്ത്യക്ക് 4,000 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ, രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പ്സ്. ഇന്ന് 1,70,000 സ്റ്റാർട്ടപ്പ്സ് ഉണ്ട്. വി ഹാവ് ബിക്കം 3rd ബെസ്റ്റ് ലൊക്കേഷൻ ഫോർ സ്റ്റാർട്ടപ്പ്സ്. അത് 10 വർഷത്തിലാണ് സാധിച്ചെടുത്തത്. അതുപോലെ തന്നെ എനിക്കും ഹോപ്പുണ്ട്. നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് ഇതേപോലത്തെ പരിപാടികളിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് ആളുകളെ മനസ്സിലാക്കി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി ലീഡേഴ്സിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യും. ബിക്കോസ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഗോളാണ് ഇന്ത്യ ഒരു വികസിത രാജ്യമാകണം. പക്ഷെ അത് ആകണമെങ്കിൽ ടെക്നോളജി സുപ്പീരിയോറിറ്റി ആവശ്യമുണ്ട്. നമുക്ക് ബ്രില്യൻ സയൻറ്റിസ്റ്റ് ഉണ്ട്, ഗ്രേറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇവിടെ ലോകോത്തര കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും പ്രോഡക്റ്റായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല. കാരണം ഇവിടെ ഇൻഡസ്ട്രി അക്കാദമിയ റിലേഷൻഷിപ്പ് തീരെയില്ല. എല്ലാവരും പറയുന്നു, ഇവിടെ സയൻസ് ടോക്കിൽ മുമ്പ് പങ്കെടുത്ത ഗ്രേറ്റ് സയൻറ്റിസ്റ്റുകളെല്ലാം പറയുന്നത് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ലീഡേഴ്സിന് ഒരു ഷോർട്ട് ടേം ഗെയിൻ, കുറഞ്ഞ കാലത്തിനുള്ളിൽ വളരെ ലാഭം കിട്ടണം, ഒരു ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ അങ്ങനൊരു നിക്ഷേപം നടന്നാൽ മാത്രമേ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒക്കെയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ സാറിന് എത്രമാത്രം ഇൻഡസ്ട്രിയൽ ലീഡേഴ്സിനെ പുഷ് ചെയ്യാൻ പറ്റും? സാർ ഇപ്പോൾ ഒരു മാതൃകയായി സയൻസ് ഫിലാൻത്രോപ്പിയിലേക്ക് ഇറങ്ങിയപ്പോൾ. അങ്ങനത്തെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല, അങ്ങനെ ജനറലൈസ് ചെയ്യാനും പറ്റില്ല. ഒന്നാമത് നമ്മുടെ ടാലൻറ്റ്, അതായത് HR കേപ്പബിലിറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ വി ആർ സെക്കൻഡ് ടു നൺ. ഇൻ ടേംസ് ഓഫ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ്, അഗെയിൻ വി ആർ ആക്ച്വലി I think 3rd in the world, if I'm not wrong. So we are reasonably good in that kind of research that we are doing. എവിടെ നമ്മൾ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ റിസർച്ച് ലാബിൽ നിന്നും മാർക്കറ്റിലേക്ക് വരുന്നില്ല. വാട്ട് ഈസ് കോൾഡ് ട്രാൻസ്ലേഷണൽ റിസർച്ച്. അത് പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ അതിന്
റിസർച്ച് ഫണ്ടിങ് ഈ റിസർച്ച് തീരുമ്പോഴേക്കും റിസർച്ച് ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യും. വെഞ്ചർ ഫണ്ടിങ്, സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ. സോ ഇവിടെ ഒരു ദിസ് ഇസ് കോൾഡ് വാലി ഓഫ് ഡെത്ത്. അത് എങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരണം, അതിനാണ് വി നീഡ് ഫിലാന്ത്രപ്പിക് ഫണ്ടിങ്, വി നീഡ് വാട്ട് ആർ കോൾഡ് ഡീപ് ടെക് ഫണ്ടിങ്, അതായത് പേഷ്യൻ്റ് ക്യാപിറ്റൽ എന്ന് പറയും. ബിക്കോസ് ഈ ലാബിൽ നിന്ന് മാർക്കറ്റിലേക്ക് വന്നാൽ അതൊരു സക്സസ്ഫുൾ എൻ്റർപ്രൈസ് ആകണമെങ്കിൽ ടിപ്പിക്കലി ഒരു 15 വർഷമെങ്കിലും എടുക്കും, എസ്പെഷ്യലി ഇൻ ദ ഏരിയ ഓഫ് മെഡിസിൻ എറ്റ്സെട്ര. ബിക്കോസ് മെഡിസിൻ ഹ്യൂമൻ ട്രയൽസ്, ആനിമൽ ട്രയൽസ്, ഹ്യൂമൻ ട്രയൽസ് ഒക്കെ ചെയ്തിട്ട് വേണം അത് മാർക്കറ്റിൽ ഇറക്കാൻ തന്നെ. സോ ഒരു 15 വർഷമെങ്കിലും എടുക്കും. അങ്ങനെ ഉള്ള പേഷ്യൻ്റ് ക്യാപിറ്റൽ ഇന്ത്യയിലില്ല. സോ അവർ എഫേർട്ട് ഈസ് നൗ പ്രൈവറ്റ് സെക്ടറിൽ പേഷ്യൻ്റ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ RDI ഫണ്ട് ഞാൻ പറഞ്ഞില്ലേ, അത് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത ഡീപ് ടെക് വെഞ്ചർ ഫണ്ടാണ്. ഇറ്റ്സ് ഈക്വലൻ ടു 1 lakh crore എന്ന് പറഞ്ഞാൽ $12 billion VC ഫണ്ടാണ്. ഐ ആം ഹോപ്പ്ഫുൾ നൗ ഇത് വെച്ചിട്ട് പ്രൈവറ്റ് സെക്ടറിൽ ഒരു $12 billion VC ഫണ്ട് വരണം. ഇന്ത്യയിൽ ഈവൻ $1 billion VC ഫണ്ട് ഇല്ല. സോ ഇത് ഇങ്ങനത്തെ ചർച്ച ചെയ്തിട്ട് ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആളുകൾ ഇത് സപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ വി വിൽ സീ. ബട്ട് നമ്പർ ഓഫ് ഡീപ് ടെക് സ്റ്റാർട്ടപ്സ് ആർ ഇൻക്രീസിങ്. 2014 4,000 സ്റ്റാർട്ടപ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ അബൌട്ട് ഏകദേശം 8,000 to 10,000 ഡീപ് ടെക് കമ്പനീസ് ഉണ്ട് ഇന്ത്യയിൽ, സ്റ്റാർട്ടപ്സ്. സോ അതും ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇൻ ദ നെക്സ്റ്റ് 10 years we will see some good companies emerging out of our labs to market. Now ഈ ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ ഇറ്റ്സ് എ 2-way street. നമ്മുടെ അക്കാഡമിക്സ് എന്തെന്ന് വെച്ചാൽ അവർ പേപ്പർ പബ്ലിഷ് ചെയ്യും, PhD കിട്ടും, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും അവർ. ഇൻഡസ്ട്രിക്ക് അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. സോ ഈ റിസർച്ച് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് ഒരു മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റായി മാറ്റണം. അതിനാണ് ഈ ട്രാൻസ്ലേഷണൽ റിസർച്ച് ചെയ്യണം. ഇതിൽ ഇപ്പോൾ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ നാഷണൽ മിഷൻ ഓൺ ഇൻ്റർ ഡിസിപ്ലിനറി സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് പറഞ്ഞില്ലേ, അത് ഫോർ ദ ഫസ്റ്റ് ടൈം 25 ടെക്നോളജി ഇന്നൊവേഷൻ ഹബ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ഈസ് എ സെക്ഷൻ 8 കമ്പനി, ഈച്ച് ഹാസ് 50% ബോർഡ് മെമ്പേഴ്സ് ഫ്രം പ്രൈവറ്റ് സെക്ടർ. സോ കൊളാബറേഷൻ ഫെസിലിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവാണത്. സോ ഇങ്ങനത്തെ പല ഇനിഷ്യേറ്റീവ്സും വരികയാണെങ്കിൽ I am hopeful that this situation will change. But it is a journey and we have to continue in this journey with the goal in mind, saying that we have to create this ecosystem in India. Deep tech startups we need very much in India. ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇപ്പോൾ വാർഫെയർ വരെ ടെക്നോളജി ബേസ്ഡ് ആണ്. സോ വി ഹാവ് ടു ക്രിയേറ്റ് ദിസ് ഡീപ് ടെക് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. ഇപ്പോൾ മെഡിക്കൽ റിസർച്ചിലാണെങ്കിൽ നമുക്ക് ആനിമൽ ട്രയൽ, ക്ലിനിക്കൽ ട്രയലൊക്കെ ഉണ്ട്, അത്രയും കാലതാമസം എടുക്കുമെന്ന് പറയാം. പക്ഷെ അല്ലാതുള്ള ഏരിയകളിൽ പോലും ഇവിടെ പങ്കെടുത്ത ഗവേഷകർ പറഞ്ഞ്, ഇപ്പോൾ വിമൻസ് കോളേജിൽ അവർ ആക്ടിവേറ്റഡ് കാർബൺ ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് സൂപ്പർ കപ്പാസിറ്റർ, തൊണ്ടിൽ നിന്ന് സൂപ്പർ കപ്പാസിറ്റർ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇൻഡസ്ട്രി അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ആക്ടിവേറ്റഡ് കാർബൺ ലാർജ് സ്കെയിലിൽ നിർമ്മിച്ചു തരൂ, ഞങ്ങൾ സൂപ്പർ കപ്പാസിറ്റർ ഉണ്ടാക്കിക്കോളാം. പക്ഷെ അതുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് സാധ്യത അവിടെ അപ്പം വരുന്നില്ല. പിന്നെ ഇനി ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന അത്രയും ബൾക്ക് എമൗണ്ട് ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മിക്കണമെങ്കിൽ അവിടെ സ്കെയിലപ്പ് ചെയ്യണം ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന TR ലെവലിലേക്ക് ഉയരാൻ ഒരിക്കലും അക്കാദമിക്ക് സാധ്യമല്ല. ഇൻഡസ്ട്രി തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഇൻഡസ്ട്രി മുന്നിട്ടിറങ്ങണമെങ്കിൽ എല്ലാ രംഗത്തും അതിനെന്ത് വേണം? സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ തിങ്കിങ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ആക്ടിവേറ്റഡ് കാർബൺ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റാർട്ടപ്പിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ചെറിയ തോതിലേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ലാബിലുള്ള പ്രോസസ്സ് അല്ല ഇൻഡസ്ട്രിയിലുള്ള പ്രോസസ്സ്, പ്രൊഡക്ഷൻ പ്രോസസ്സ്.
സോ അതാ പറഞ്ഞത് ഈ ട്രാൻസ്ലേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈ ലാബ് പ്രോട്ടോടൈപ്പ് ഒരു മാർക്കറ്റ് പ്രോട്ടോടൈപ്പ് ആക്കണം. അപ്പോൾ അതിൽ നോക്കേണ്ടത് ഇത് പ്രോഫിറ്റബിളായിട്ടൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈവൻ സ്മോൾ സ്കെയിലിൽ ക്രിയേറ്റ് ചെയ്താൽ തന്നെ അത് റിപ്പീറ്റബിൾ ആണോ, കോസ്റ്റ് എഫക്റ്റീവ് ആണോ, പിന്നെ വിൽ ഇറ്റ് ബി കോമ്പറ്റേറ്റീവ് ടു ദ ബെസ്റ്റ് പ്രോഡക്ട്സ് ഔട്ട്സൈഡ് അവൈലബിൾ ഉള്ളത് അല്ലേ. അപ്പോൾ കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ പിന്നെയും മാർക്കറ്റ് വരാൻ പ്രയാസമാണ്. ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് മാത്രമേ വെഞ്ചർ ഫണ്ടിങ് കിട്ടുള്ളൂ. വിത്ത് വെഞ്ചർ ഫണ്ടിങ് യു ദെൻ ക്രിയേറ്റ് എ സ്കെയിൽ അപ്പ് എൻ്റർപ്രൈസ്. സോ ഇവർ ചെയ്യേണ്ട, ഇപ്പോൾ വിമൻസ് കോളേജിൽ പറഞ്ഞില്ലേ, അവർ ചെയ്യേണ്ട ഒരു സ്റ്റാർട്ടപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഒരു മാർക്കറ്റബിൾ പ്രോഡക്റ്റാണ്. ഇത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ആക്ടിവേറ്റഡ് കാർബൺ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഇല്ലേ, ആ ആപ്ലിക്കേഷൻ വെച്ച് ഡെമോൺസ്ട്രേഷൻ അവരത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. അല്ല, അത് സ്മോൾ സ്കെയിലാണ്, ലാബിലാണ് ക്രിയേറ്റ് ചെയ്തത്. സോ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരണമെങ്കിൽ സോ ഫിൽറ്ററായിട്ട് വാട്ടർ ഫിൽട്രേഷൻ യൂണിറ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബാറ്ററി ടെക്നോളജിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു പ്രൊഡക്ഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം, പ്രൊഡക്ഷൻ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ വെഞ്ചർ ഫണ്ടിങ് കിട്ടും. ഈ വാല്യൂ ഓഫ് ഡെത്ത് ആണ് ഏതർ ഫിലാന്ത്രപ്പി. നൗ ഗവൺമെൻറ് has come forward to support it and I'm hopeful that industry will also come forward to support it. സാർ ഇപ്പോൾ ഫണ്ട് ചെയ്യുന്നത് പ്രധാനമായും ബ്രെയിൻ റിസർച്ചിലാണ്. അപ്പം അത് തന്നെ സാർ പുതുതായിട്ട് IISc-യിൽ സ്ഥാപിച്ചാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനപരമായി തന്നെ ഗവേഷണം ഒരു ആഗോള പാർട്ട്ണർഷിപ്പിലാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് രാജ്യത്ത് തന്നെ TIFR, JNCSR ഈ സ്ഥാപനങ്ങളിൽ അൾസൈമേഴ്സിലുമൊക്കെ ഒരു 3rd സ്റ്റേജിലേക്ക് തന്നെ റിസർച്ച് കടന്നേക്കാണ്, ഡ്രഗ് ഡെവലപ്മെൻറ്റിലേക്ക്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് നമ്മൾ അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു രംഗത്തേക്ക്, അതായത് ഈ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തത്തക്ക രീതിയിൽ ഫണ്ട് ചെയ്യുന്നതിന് പകരം വീണ്ടും ബേസിക്കായിട്ട് ഒന്നേന്ന് ഫണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് കാരണം ഈ അൾസൈമേഴ്സ് ഡിമെൻഷ്യയ്ക്കുള്ള ഡ്രഗ് ഒരിടത്തും ഡെവലപ്പ് ചെയ്തിട്ടില്ല, ലോകത്ത് തന്നെ. അത് എന്താ കോസ് എന്ന് പോലും ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ഈ അമിലോയിഡ് ബീറ്റ പ്രോട്ടീൻ ആണ് അതിൻ്റെ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ചില മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് അൾസൈമേഴ്സ് ഉണ്ട്. അത് ഇതുവരെ ഓരോ ദിവസം ഓരോ കണ്ടുപിടുത്തം അനൗൺസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ എഫേർട്ട് വന്നിട്ട്, ഞാൻ റിസർച്ച് ചെയ്യുന്നില്ല, ഞാൻ സപ്പോർട്ടാണ് ചെയ്യുന്നത്, വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വെദർ ഇൻസിഡൻസ് ഓഫ് അൾസൈമേഴ്സ് ആൻഡ് ഡിമെൻഷ്യ is it similar percentage as other parts of the world or less or more? അത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അനക്ഡോട്ടൽ ടോക്ക് വന്നിട്ട് നമ്മൾ ഒരുപാട് ഈ ടർമറിക്കും സ്പൈസസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അൾസൈമേഴ്സ് കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? റൈറ്റ്, ഇന്ത്യൻ സബ്ജക്ട്സിൻ്റെ ഡേറ്റ നമ്മുടെ അടുത്തില്ല. സോ കളക്ട് ഡേറ്റ അബൌട്ട് ഇന്ത്യൻസ്. അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ യൂസ്ഫുൾ ആണോ ഇൻ റെഡ്യൂസിങ് ദ ഇൻസിഡൻസ് ഓഫ് അൾസൈമേഴ്സ്, ഡിമെൻഷ്യ, മേ ബി ഇൻക്രീസിങ് ഓർ ഇംപ്രൂവിങ് ദ ബ്രെയിൻ ഫങ്ഷൻ എറ്റ്സെട്ര. നമ്മൾ അനക്ഡോട്ടലായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്താൽ കുറയുമെന്ന്, ബ്രെയിൻ പവർ ഇമ്പ്രൂവ് ചെയ്യും, അൾസൈമേഴ്സ് കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രൂവ് ചെയ്യണം. So the effort is to do basic research. Plus ഇന്ത്യയിലുള്ള ഡൈവേഴ്സിറ്റി വേറെ ഒരിടത്തും ഇല്ല. മൾട്ടിലിംഗ്വൽ ആണ് നമ്മൾ. പിന്നെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, റിച്ച് ആൻഡ് പുവർ, ദാറ്റ് മീൻസ് മാൽനറിഷ്ഡ് ഓർ വെൽ ഫെഡ്. പിന്നെ അർബൻ, റൂറൽ, ദാറ്റ് ഈസ് വെൽ എഡ്യൂക്കേറ്റഡ്, ഇല്ലിറ്ററേറ്റ്. ഇതൊക്കെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ ബ്രെയിൻ ഫങ്ഷനെ, ഇൻഫ്ലുവൻസ് ഉണ്ടോ അൾസൈമേഴ്സ് ഇൻസിഡൻസിനെ? ഈ ഡൈവേഴ്സിറ്റി ഓഫ് ഡേറ്റയിലാണ് നമുക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. സോ ഐ ഫെൽറ്റ് ദാറ്റ് ഇന്ത്യ ക്യാൻ ആക്ച്വലി പ്രൊവൈഡ് സൊല്യൂഷൻസ് ടു ദ വേൾഡ് വേർ ദർ ഇസ് നോ സൊല്യൂഷൻ എക്സിസ്റ്റിംഗ് ടുഡേ. അതുകൊണ്ടാണ് ബേസിക് റിസർച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞത്. വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇന്ത്യ ഇങ്ങനത്തെ ഒരു
ഒരു സുഖക്കേട് ക്യൂർ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഫോർ ദ കൺട്രി. സോ ലുക്ക് അറ്റ് വൈറ്റ് സ്പേസസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഇറ്റ്. അതായിരുന്നു ഗോള്. പ്ലസ് ഇതിന്നിപ്പോൾ റിസൾട്ട്സ് വിൽ കം ഇൻ ആപ്ലിക്കേഷൻ ഓൾസോ. സോ ഫസ്റ്റ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത് ക്യാൻ വി ഡെവലപ്പ് എ ലോ കോസ്റ്റ് ഡിറ്റക്ഷൻ ടെക്നീക്ക് ഫോർ അൾസൈമേഴ്സ്. സി അൾസൈമേഴ്സിന് ഇപ്പോൾ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി എക്സസൈസ് ടു ഡിറ്റക്ട് അൾസൈമേഴ്സ് ആൻഡ് ഓൺലി ലേറ്റ് സ്റ്റേജിലേ പറ്റുള്ളൂ. So can we detect Alzheimer's very early on with a single prick and a drop of blood? So അതും ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെയുള്ള ബയോമാർക്കേഴ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. So this is an ongoing effort. This effort will go on for the next probably 10-20 years. The whole idea is to create a world-class research facility looking at aging related neurodegeneration, Alzheimer's, Parkinson's, dementia, etc., and provide solutions to the world. If tomorrow we find that incidence in India is really low because of the spices that we use, maybe that's a good recommendation for people, right? ഇപ്പോൾ സാറ് ബയോമാർക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ശ്രീചിത്രയിൽ അവിടെ നടക്കുന്ന ഗവേഷണത്തെക്കുറിച്ച് സയൻസ് ടോക്കിൽ തന്നെ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്. ഡോക്ടർ ജയശ്രീ മാം ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ ബയോമാർക്കേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും പ്രോഡക്റ്റായിട്ട് എത്തിയിട്ടില്ല, ലാബ് മാതൃകയിൽ നിൽക്കുകയാണ്. നമുക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന് പകരം ബ്ലഡിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം അതെ. അപ്പോൾ ഇതിൻ്റെ റിസർച്ചേഴ്സും പറയുന്ന ഇപ്പോൾ അൾസൈമേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു 15 വർഷം മുമ്പ് തന്നെ ബ്രെയിനിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങി എന്നാണ്. പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല എന്ത് കാരണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം ഇവിടെ ഓൾറെഡി ഗവേഷണ മുന്നേറ്റം നടന്നു. അപ്പോൾ അതിനെ ഫണ്ട് ചെയ്യുകയല്ലേ വേണ്ടതെന്നൊരു ചോദ്യം. 2, സാറ് ശ്രീചിത്രയുടെ ഗവേണിംഗ് ബോഡി പ്രസിഡൻ്റ് കൂടിയാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് നടക്കും. പിന്നെ അടുത്തത് നമ്മൾ കേരളത്തിൻ്റെ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഏജ്ഡ് പോപ്പുലേഷനാണ് കേരളം. ഇപ്പോൾ നമുക്ക് ആവറേജ് ഇന്ത്യൻ ഏജ് അണ്ടർ 30, 28 to 29 ആണെങ്കിൽ കേരളത്തിൻ്റെ 35 to 37 ആണ്. അപ്പോൾ കർണാടകയാണ് 6ാം സ്ഥാനത്താണ്. അപ്പോൾ അവിടെ സാറിൻ്റെ റിസർച്ച് സെൻറ്റർ നടത്തുന്ന സ്റ്റഡി എന്ന് പറഞ്ഞാൽ കർണാടകയിലെ റൂറൽ പോപ്പുലേഷനിൽ 10,000 പേരിലും അർബൻ പോപ്പുലേഷനിൽ 1000 പേരിലുമാണ്. അപ്പോൾ മലയാളി കൂടിയായ സാറ് കേരളത്തിൽ എന്താണ് ഇങ്ങനൊരു റിസർച്ച് നടത്തുക? ഞാൻ ശ്രീചിത്രയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് തന്നെ തിരുവനന്തപുരത്തായതുകൊണ്ട് മാത്രമാണ്. ജയശ്രീയെ സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ചുമായിട്ട് കണക്ട് ചെയ്തു. ഷീ കെയിം ടു IISc, met all the people. So my goal is to bring everybody who is doing research in this area. Definitely biomarker ഇതിൽ ജയശ്രീ or people like that will be included. ബട്ട് IIScയിൽ അത് ചെയ്യാൻ കാരണം ഇന്ത്യയിലെ നമ്പർ 1 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IISc ആണ്. അതുകൊണ്ട് മാത്രം IIScയിൽ അത് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ദേ വർ ഓൾസോ വില്ലിങ് ടു ഡൂ ദിസ്, സെറ്റപ്പ് എ സെപ്പറേറ്റ് സെൻറ്റർ. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഐ ദെൻ ഡു ഇസ് ടു ബ്രിങ് ഓൾ ദ പീപ്പിൾ ടുഗദർ. സോ വി ഹാവ് സെറ്റപ്പ് സച്ച് ദാറ്റ് വി ഗിവ് ഫണ്ടിങ് ഫോർ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നോട്ട് ജസ്റ്റ് സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് അലോൺ. അവിടെ നിന്ന് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വി ഹാഡ് ആസ്ക്ഡ് ഡോക്ടർ ജയശ്രീ ടു കം ആൻഡ് മീറ്റ് ദ പീപ്പിൾ ദെയർ. ആൻഡ് ഇഫ് ദർ ഇസ് എ ഗുഡ് പ്രപ്പോസൽ ഫ്രം ദം ഇറ്റ് വിൽ ഗെറ്റ് സപ്പോർട്ടഡ്. ഇപ്പോൾ കേരളത്തിൽ കൊച്ചി നഗരത്തിൽ തന്നെ നടത്തിയൊരു സ്റ്റഡിയിൽ നമുക്ക് പിന്നെ 34% പേരിൽ മറവി രോഗങ്ങളുണ്ട്. അതിൽ തന്നെ 53%-ലേറെ അൾസൈമേഴ്സ് ആണെന്നാണ്. ഇപ്പോൾ കേരളത്തിൽ ഇത് വളരെ ഗൗരവകരമായ സാഹചര്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു പഠനം അത്യാവശ്യമാണ്. ഇല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇനി ഒരു 20 yearsൽ വി വിൽ ആക്ച്വലി ട്രാൻസിഷൻ, 20-30 yearsൽ വി വിൽ ട്രാൻസിഷൻ ടു ബിക്കം എൻ ഓൾഡർ സൊസൈറ്റി. അതായത് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ വിൽ ബി അബോവ് ദ ഏജ് ഓഫ് 60. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ടു ഫിഗർ ഔട്ട് വാട്ട് ഈസ് കോസിങ് ദിസ്. പ്ലസ് നമ്മുടെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യുക. Right? We are all living much longer. And when you live longer, one of the 4 diseases will strike you, or all of them will strike you. Diabetes, cancer, cardiac problem and memory.
ഇതിലെല്ലാം കേരളം മുന്നിലാണ്. മുന്നിലാണ്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശ്രീചിത്ര പൊസിഷൻ അക്സെപ്റ്റ് ചെയ്തത്. ദേ ആർ ഡൂയിങ് എക്സലൻറ്റ് വർക്ക്. ഇൻഫാക്റ്റ് ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഫോർ ട്രാൻസ്ലേഷണൽ വർക്ക് ഈസ് ശ്രീചിത്ര. അവർ അത് പ്രൊഫസർ വലിയത്താൻ്റെ ടൈം മുതൽക്കേ തന്നെ ആ ഹാർട്ട് വാൽവ്, സ്റ്റെൻറ്റ് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇൻഫാക്റ്റ് ലാസ്റ്റ് മന്ത് ഡൽഹിയിൽ വി ഹാഡ് ആക്ച്വലി ഡെമോൺസ്ട്രേറ്റഡ് all the things that have been commercialized from Sri Chitra. Minister Dr. Jitendra Singh വന്ന് അതൊക്കെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. സോ ശ്രീ ചിത്ര is doing excellent work and which I am hoping that not just me, government also will support. അവർക്ക് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോപ്പുലേഷനിൽ ഒരു സ്റ്റഡി See, when you do research, you have to do it in a controlled manner and you have to do things that will give you extra data. So it started in Center for Brain Research in IISc. We'll continue, we'll tap data from all other places. We'll get data from all other places. പക്ഷേ അവിടെ നടക്കുന്ന ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ സെലക്റ്റഡ് പോപ്പുലേഷൻ്റെ റെഗുലറായിട്ടുള്ള MRI എടുക്കുക, പിന്നെ അതിൽ ഗേറ്റ് വെഞ്ചേഴ്സ്, വിപ്രോ ഒക്കെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മെഡിക്കൽ രംഗത്ത് അല്ലാതെ തന്നെ സാങ്കേതികമായി എന്തൊക്കെ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കൂടാതെ എന്തൊക്കെ സ്റ്റാർട്ടപ്പ് സാധ്യതകൾ ഉണ്ട്. കാരണം സാറിൻ്റെ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫണ്ടിങ് മാത്രമല്ല ഒരു സ്റ്റാർട്ടപ്പിലേക്ക് തന്നെ എത്തണം എന്ന്. സോ ഈ ബയോമാർക്കർ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതൊരു സ്പിൻ ഔട്ട് ആയിരിക്കും മിക്കവാറും. ഒരു സ്റ്റാർട്ടപ്പായിട്ടോ അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫറോ എന്തെങ്കിലും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ടെക്നിക്ക്, വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഡെവലപ്പ് ചെയ്താൽ അതല്ലാതെ ഇപ്പം തന്നെ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാമെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ഏതായാലും സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഡിവൈസ്, വെയറബിൾ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ചില ഫീഡ്ബാക്ക് കൊടുത്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. സാറ്റർഡേ ഐ വാസ് ഇൻ ചിന്മയ വിദ്യാപീഠ് ഇൻ പിറവ. So they are doing a research on a wearable device for pranayama with feedback. എങ്ങനെ പ്രാണായാമം നന്നായിട്ട് ചെയ്യുകയും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഒക്കെ അവർ മെഷർ ചെയ്യുന്നുണ്ട്. വെയറബിൾ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ റിസർച്ചൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും പ്രതീക്ഷ ട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പിറവത്താണ്. ചെന്നൈ IITയിൽ ബ്രെയിൻ സെൻറ്റർ, സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ റിസർച്ച്, അത് ലക്ഷ്യം വെക്കുന്ന സെല്ലുലാർ ലെവൽ ഡിജിറ്റൽ ഹ്യൂമൻ ബ്രെയിൻ അറ്റ്ലസ് എന്ന ആശയമാണ്. അത് AI ML ഒക്കെ ഉപയോഗിച്ച്. അപ്പോൾ കുറച്ച് നാളിന് മുമ്പ് ധരണി എന്നുള്ള ഒരു പബ്ലിക്കിന് വരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഫീറ്റൽ ബ്രെയിൻ അറ്റ്ലസ് തയ്യാറാക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ്? മോളിക്കുലർ ലെവലിൽ റിസർച്ചിലൂടെ. IIT മദ്രാസിലെ സ്റ്റോറി വന്നിട്ട് ഒരു രസകരമുള്ള സ്റ്റോറിയാണ്. എൻ്റെ പ്രതീക്ഷ ട്രസ്റ്റിൻ്റെ ഹോസ്പിറ്റൽസിൽ അവിടെ വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് വരുന്നുണ്ട്. സോ വൺ ഓഫ് ദ വിസിറ്റിംഗ് പ്രൊഫസർ വാസ് വർക്കിംഗ് ഓൺ മാപ്പിംഗ് മൗസ് ബ്രെയിൻ ആൻഡ് ദാറ്റ് ടെക്നോളജി ആൻഡ് technique was transferred to IIT Madras and so that they can also work on the same problem. Human brain, still we have not understood it fully. So I suggested that why work with mouse brain, can we work with human brain, and they took up that challenge. അപ്പോൾ ഇന്ത്യയിലെ ഉള്ള സ്ട്രെങ്സ് വെച്ചിട്ട് can we do something very unique? When they talked to hospitals, they were willing to donate cadaver brains. So they got lot of cadaver brains donated and at different age brackets, including fetal brain. So they then developed a technique to slice it at 50 micron thickness, image it at 1 micron, full brain image for the first time actually, and take these 2D images, digitize it, convert it to a digital image on the computer, put it all together to create a 3D image of the human brain. This is first time in the world.
No, first time at this resolution, at the cellular resolution, full image in the world. In fact, what they published was the second trimester, 12 months to 24 months, 5,000 images, all available as open science on the Dharani database. They will then publish the third trimester, 24 to 36, at birth, 1 year old, 2 year old. In fact, we still don't understand fully how the brain develops between 0 and 5, which is when the maximum development happens in terms of volume, in terms of the structure, things like that. Character building, ella appura. So, with this we believe for the first time we will have clear structural image of the human brain to adulthood and to old age and diseased brains. In fact, they are also looking at stroke brains, Alzheimer's brains, rabies infected brains, etc. With this, we believe that we will be able to actually understand how the brain develops. We will be able to understand at each age bracket how a normal brain looks like. This is very useful for training surgeons. This is very useful in programming MRI machines. So, applications are huge actually. In fact, they have become number one in the world. The entire world now believes that if you want an image of a human brain at whatever age you want, IIT Madras is the place to go. They have become number one in the world. Actually, at this resolution, nobody exists. The entire world has done about 15 brains. They have already done 70 brains, and they are on the path to do 200 brains, which will be the largest collection of images in the world. ഒരു ബ്രെയിൻ ഞാൻ പറഞ്ഞില്ലേ ഇൻഫൻറ്റ് ബ്രെയിൻ അതായത് ഫീറ്റൽ ബ്രെയിൻ ഈസ് 1000 slices. An adult brain is 10,000 slices. So, 10,000 images you can publish for every age group. This is unprecedented. ഇത് സാർ പറഞ്ഞത് ഒരു മെഡിക്കൽ രംഗത്ത് വരാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഇതിൻ്റെ നമ്മൾ സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഫീറ്റസിൻ്റെ ഒരു 7 monthsലൊക്കെ ആയിരിക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് നടക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു 0 to 2 yearsലായിരിക്കും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പലപ്പോഴും അതൊരു സ്റ്റഡിയാണ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ ലാംഗ്വേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, മദർ ടങ്ങിലാണോ, അപ്പോൾ മറ്റു മീഡിയം വരുമ്പോൾ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്, ഏത് റീജിയനാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ, ഇപ്പോൾ നമ്മൾ ഡിജിറ്റലിൽ നിന്ന് കമ്പ്യൂട്ടർ ടെക്നോളജി അനലോഗിലേക്ക് പോകുന്നു, നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇത് എത്രമാത്രം സഹായകരമാണ്? കാരണം സാറും IT രംഗത്തു നിന്ന് ഉള്ള ആളാണ്. ഇതിൽ വിപ്രോ, ഗേറ്റ് വെഞ്ചേഴ്സ് ഒക്കെ പാർട്ട്ണർഷിപ്പും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ലക്ഷ്യമിടുന്നുണ്ട് സാങ്കേതിക നേട്ടങ്ങൾ? ഇത് പല യൂസും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ഞാൻ. എന്താ വെച്ചാൽ പറഞ്ഞ പോലെ ശാലിനി പറഞ്ഞ പോലെ ഈ ഡൈവേഴ്സിറ്റിയിലാണ് നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഏത് റീജിയനാണ് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സ്ട്രക്ചർ നോക്കിയാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ബ്രെയിനും ഒരു ലെറ്റ്സ് ആർട്ടിസ്റ്റിൻ്റെ ബ്രെയിനും നമുക്ക് ഇനി കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പോസിബിലിറ്റീസും ഉണ്ട്. അതുകൊണ്ട് മാത്രം ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ളത്. ഇതാണ് വളരെ സെല്ലുലർ റെസൊല്യൂഷൻ പോസിബിളാണ്. ഇത് AI-യുടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോന്നും റീജിയനും ലേബൽ ചെയ്യണം. എന്നിട്ട് വേണം നോക്കാനാണ് ഈ സെയിം റീജിയൺ എങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, എങ്ങനെ ഡിഫറൻസ് ഉണ്ട് ഒരേ ഏജ് ബ്രാക്കറ്റിൽ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേറ്റാബേസായി മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഹോപ്പുണ്ട് ഇതൊക്കെ അറിയാൻ പറ്റും എന്നുള്ളത്. അത് മാത്രമല്ല, ഇന്ത്യൻ പോപ്പുലേഷൻ മൾട്ടി ലിംഗ്വൽ ആണ്. ഇപ്പോൾ ഈവൻ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ പോലും മൾട്ടി ലിംഗ്വൽ ആണ്. നമ്മൾ ഫസ്റ്റ് ടൈം DNA സീക്വൻസ് ചെയ്തില്ലേ, അതുപോലത്തെ ഒരു എഫേർട്ടാണ്. ഫസ്റ്റ് ടൈം വി ആർ ഗെറ്റിംഗ് നൗ സ്ട്രക്ചറൽ ഇമേജസ് ഓഫ് ദ ബ്രെയിൻ അറ്റ് ദ സെല്ലുലർ ലെവൽ ഡീറ്റെയിൽ. സാറ് ജിനോം സീക്വൻസിങ്ങിനും ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അൾട്ടിമേറ്റ് ആയിട്ട് ലക്ഷ്യമിടുന്നത് എന്താണ്? അൾട്ടിമേറ്റ് ആയിട്ട് ലക്ഷ്യം വന്നിട്ട് ഇന്ത്യയിലെ വേൾഡ് ക്ലാസ് റിസർച്ച് നടക്കണം. വി ഹാവ് ടു, ഞാൻ പറഞ്ഞില്ലേ, വി ഹാവ് ടു ബിക്കം എ ടെക്നോളജി ആൻഡ് സയൻറ്റിഫിക് സൂപ്പർ പവർ.
before we become an economic superpower. ഇതൊരു എഫർട്ടാണ്. പല സെക്ടേഴ്സിലും ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പല ഡിസിപ്ലിനിലും ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് വന്നിട്ട് ബ്രെയിനാണ്, അത് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റിസർച്ചിലൂടെ നമുക്കൊരു പ്രതീക്ഷിക്കാവുന്നത്, ഇപ്പം നമ്മൾ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ ബയോമെട്രിക് ഡേറ്റ കിട്ടുന്നു. അപ്പോൾ അതിലൂടെ ഒരു മിഡിൽമെൻ ഇല്ലാതെ ഡയറക്റ്റ് ബെനിഫിഷ്യറിയിലേക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന സഹായങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് ഒരു ഹെൽത്ത് ഡേറ്റ, ഒരു ഡിജിറ്റൽ ഹെൽത്ത് ഡേറ്റ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരൊറ്റ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൽ ഒരു റിമോട്ട് ഏരിയയിൽ പോലും ഒരു ഡോക്ടർക്ക് ഒരു പേഴ്സണിൻ്റെ മുഴുവൻ ഹെൽത്ത് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ബ്രെയിൻ, ജീനോം ഡീറ്റെയിൽസ് ഉൾപ്പെടെ കിട്ടിയാൽ അതൊരു പ്രിസിഷൻ മെഡിസിനിലേക്കും പേഴ്സണലൈസ്ഡ് മെഡിസിൻ അറ്റ് ഗ്രാസ് റൂട്ട് ലെവൽ, ലോ കോസ്റ്റ്, ഇങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അത് തന്നെയാണ് എൻ്റെ ഗോള് തന്നെ. എവറി സിറ്റിസൺ ഷുഡ് ഹാവ് എ ഹെൽത്ത് ഡേറ്റ, പേഴ്സണലൈസ് ഹെൽത്ത് ഡേറ്റ അസോസിയേറ്റഡ് വിത്ത് ദം. അത് എൻവിസാജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ എളുപ്പം പ്രോഗ്രസ് ചെയ്യും, ചില കാര്യങ്ങൾ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. Because the cost associated with something like this across India is massive to create such a database. So we have to look at, at what point will this make sense at population scale, plus privacy concerns under. So idakke address cheyidu varanam. But definitely that's something that is necessary. Again, I believe that ഈ ഡിജിറ്റൽ ടെക്നോളജി ഫോർ ബെനിഫിറ്റ് ഓഫ് ഓർഡിനറി സിറ്റിസൺസ്, ദാറ്റ് സംതിങ് ഇന്ത്യ ഈസ് ഡൂയിങ് വെരി വെൽ. നമ്മുടെ സ്പേസ് എക്സ്പ്ലോറേഷൻ തന്നെ ആദ്യത്തെ ആപ്ലിക്കേഷൻ വന്നിട്ട് ടു ബീം ക്ലാസ്സസ് ടു ഹോം, റൈറ്റ്? സോ വി ഓൾവേസ് തിങ്ക് ഓഫ് യൂസിങ് ടെക്നോളജി ഫോർ ബെനിഫിറ്റ് ടു ഓർഡിനറി സിറ്റിസൺസ്. ഈ ആധാർ തന്നെ UPI വന്നിട്ട് ഇപ്പോൾ നോയിങ് സംബഡീസ് ഫോൺ നമ്പർ യു ക്യാൻ ട്രാൻസ്ഫർ മണി, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഹൗ വി ഹവ് യൂസ്ഡ് ടെക്നോളജി ഫോർ benefit of ordinary people, democratization of technology, technology for public good. This is the goal of India, which I am very proud of actually. പക്ഷേ നമുക്ക് ഇതേ സ്പീഡിൽ തന്നെ നമുക്കപ്പോൾ കണക്ടിവിറ്റി അതേ സ്പീഡിൽ വരണം. ഏത് റിമോട്ട് ഏരിയയിൽ പോലും അത്ര ഹൈ സ്പീഡ് കണക്ടിവിറ്റി വേണം. അതുണ്ട്. ടെലിമെഡിസിൻ പ്രാപ്തി. ബിക്കോസ് ഈ ഞാൻ പലയിടത്തും ട്രാവൽ ചെയ്യുന്ന ആളാണല്ലോ. ഇന്ത്യയിലുള്ള കണക്ടിവിറ്റി, ക്വാളിറ്റി കണക്ടിവിറ്റി at the price at which that we are getting is unprecedented, no unheard of. ഇപ്പോൾ ആര് ചോദിച്ചാലും പറയും ഞാൻ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന TV പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന മൊബൈലിലാണ്. എല്ലാവരും മൊബൈലും കൊണ്ട് നടക്കുക പ്രോഗ്രാമും കണ്ട്. വൈ? ബിക്കോസ് ഇറ്റ്സ് അഫോർഡബിൾ. 1 GB of data per day, 2,500 rupees per year, 200 rupees per month, unlimited data. Only in India. Around ഒരു 350 per month 5G സ്പീഡിൽ അൺലിമിറ്റഡ് ഡാറ്റ. So that's only available in India. That is available also in remote areas. നമുക്ക് അതിന് വേണ്ട ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നിയമനിർമ്മാണം, സാർ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവസി കൺസേൺസ്, എത്തിക്കൽ കൺസേൺസ്, ഈ ഡേറ്റ ഒന്നും ദുരുപയോഗം ചെയ്യപ്പെടില്ല കൊമേഴ്സ്യൽ പർപ്പസിനോ പൊളിറ്റിക്കലായിട്ടോ, അതെങ്ങനെ ഉറപ്പുവരുത്തും? കാരണം നമ്മൾ ടെക്നോളജിയെക്കാട്ടിലും വളരെ വളരെ പിന്നിലാണ് നിയമനിർമ്മാണത്തിൽ. ലോകത്ത് ഒരിടത്തും അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ജിനോം സീക്വൻസിങ് ഡേറ്റ കമ്പനികൾ ജോലി നിഷേധിക്കുന്നതിനോ മെഡിക്കൽ ഇൻഷുറൻസ് നിഷേധിക്കുന്നതിനോ ഉപയോഗിക്കുന്ന നിയമം പാസ്സാക്കിയിട്ടുണ്ട്. US പാസ്സാക്കി. പക്ഷേ US ഗവൺമെൻറ് ആരുടെ ഡേറ്റ, അവരുടെ സിറ്റിസൺസ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സിറ്റിസൺസിൻ്റെ ഡേറ്റ അവരെടുത്തുണ്ട്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യുന്നവർ നിയമം മിസ്യൂസ് ചെയ്യണം. നമ്മൾ വിശ്വസിക്കണം. നമുക്ക് US ഇപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ ബോർഡർ യു ഗിവ് ഓൾ ബയോമെട്രിക് ഡേറ്റ. നമുക്ക് അഷുറൻസും തരുന്നില്ല അത് മിസ്യൂസ് ചെയ്യില്ല എന്ന്. ഒരു അഷുറൻസും തരുന്നില്ല. സോ this is same for all governments.
See, നമ്മൾ ഈ transition to a digital world is happening so fast that we don't understand the implications, we don't understand the um, downsides, etc. Having said that, it also gives us a lot of benefits. That is why we voluntarily do this. ബെനിഫിറ്റ്സ് ഉണ്ട്. ഡോർ സ്റ്റെപ്പിലേക്ക് ഹെൽത്ത് കെയർ എത്തുകയാണ്. നമ്മൾ ഡോർ സ്റ്റെപ്പിൽ ഹെൽത്ത് കെയർ മാത്രമല്ല, ഇത് ഉള്ളത് കൊണ്ടല്ലേ ഇപ്പോൾ വീട്ടിലേക്ക് ഫുഡ് ഡെലിവറി വരുന്നത്. ഇതുള്ളത് കൊണ്ടല്ലേ എനിക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇതുകൊണ്ടല്ലേ റോഡ് സൈഡിലെ ഒരു പച്ചക്കറി വിൽക്കുന്ന ആൾക്ക് പോലും UPIയിൽ പൈസ കിട്ടുന്നുണ്ട്. സോ ബെനിഫിറ്റ്സ് ആർ ദെയർ. വി ഹാവ് ടു നൗ കം ടു സം കൈൻഡ് ഓഫ് മിഡിൽ ഗ്രൗണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്, നമ്മൾ ഹെൽത്ത് കെയറിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ് വരുന്നത്. ആ ഫെസിലിറ്റീസ് എല്ലാം ജനങ്ങളിലേക്ക് എത്തുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു അതർ സൈഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കമ്പനികൾ വേണമെങ്കിൽ ജോലി ഒരു നിഷേധിക്കുക. കാരണം ജീനോം ഡേറ്റയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത്ര വയസ്സിൽ ഏത് അസുഖം വരും, അപ്പോൾ അവരുടെ മെഡിക്ലെയിം സാധ്യതകൾ ഒക്കെ ബാധിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിലുള്ള ഒരു ബേസിക് പ്രൊട്ടക്ഷൻ ഒരു അല്ലല്ല, അതുകൊണ്ട് നമ്മൾ അതിനുള്ള പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്യണം ത്രൂ ലീഗൽ പോളിസീസ്, റൂൾസ്, റെഗുലേഷൻസ് എക്സെട്ര. ബട്ട് അതേ ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ, സോ എൻ്റെ സീക്വൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എൻറ്റയർ ഹ്യൂമൻ ഡേറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഉള്ള മ്യൂട്ടേഷൻസ് ഉള്ള സിമിലർ ആളുകൾക്ക് എന്ത് സൂക്കേട് വന്നിട്ടുണ്ട്, എന്ത് സൂക്കേട് വരാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. only because all that data is available. So we have to think about, how do you balance between privacy and benefits you get by sharing. Sharing കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ആ ലീഗൽ ഫ്രെയിംവർക്ക് ഇറ്റ്സ് സ്റ്റിൽ ഡിബേറ്റഡ്, ഡിസ്കസ്ഡ്. ഒരിടത്തും ഒരു രാജ്യത്തും ആസ് ഫാർ as I know we have the perfect regulation yet. So this is something that will evolve and it will only settle after maybe 20, 30, 40 years. So നമ്മൾ വിചാരിക്കും ഈ നമ്മുടെ വീട് നമ്മുടെയാണെന്ന്. That only happened maybe 50 years back. These are all ഈ property rights ഒക്കെ evolve ചെയ്ത് ലാസ്റ്റ് 50 yearsലാണ് ഈ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സോ ആൻഡ് പ്ലസ് many states have still not implemented these things. Property rights ഒക്കെ പലയിടത്തും നോക്കുകയാണെങ്കിൽ properties are still in a mess actually. They don't know who owns that property, etc. So ഇതൊക്കെ, these are all, let's say, part of progress, part of changes that are happening in the world, and it will happen in India at some point. സാർ കോ-ഓതറായിട്ടുള്ള ബുക്ക് എഗൻസ്റ്റ് ഓൾ ഓഡ്സ് ദ IT സ്റ്റോറി ഓഫ് ഇന്ത്യ, അതിൽ സാർ എഴുതിയിട്ടുണ്ട്, ഇന്ത്യ മിസ്ഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് എ വേൾഡ് സ്കെയിൽ ഹാർഡ്വെയർ ഇൻഡസ്ട്രി, ബട്ട് ഇന്ത്യ കനോട്ട് അഫോർഡ് ടു മിസ് ദ ബോട്ട് ഇൻ ബ്രെയിൻ റിസർച്ച് ആൻഡ് ടു ഡെവലപ്പ് ഇറ്റ്സ് ഓൺ ന്യൂറോ സയൻസ് മോഡൽസ് ആൻഡ് സിസ്റ്റംസ്. അതെന്താണ് അർത്ഥമാക്കുന്നത്? If you go back and look at 1960, actually 58, 59, 60 time frame, we had actually developed a hardware computer which was equivalent to one of the best IBM computers at that time. But we didn't take it to, we developed the prototype and left it at the prototype. We started focusing on the software side. We didn't take it forward. So we kind of missed the bus on the hardware side. Brain sciences, it's only one of the many things where we have to take leadership. What is very interesting today is there are so many areas where new things are happening. Emerging technologies are coming. Drone itane, autonomous vehicles, similarly cure for Alzheimer's, cure for cancer. I believe that in the next 10 years we will have cure for many types of cancers. Immunotherapy is very promising. So lot of these developments are happening in many of these areas and we should take lead in some of them. My own effort is to see whether in brain sciences whether we can be on par with the rest of the world. That's just one area, but we should have probably many such attempts. പക്ഷേ ഇതിലൂടെ തന്നെ നമുക്ക് ഹാർഡ്വെയറിലേക്ക്, ഇപ്പോൾ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് വരാം.
See, what is interesting is that emerging technologies are many. So, even on hardware side, can we look at 2D materials, because that may be the new semiconductor. Similarly, can we look at analog computing, right? ഇതുവരെ ഉള്ളതെല്ലാം digital computing ആണ്. When you look at a GPU architecture, maybe analog is better, and we also understand the brain is an analog device, it's not a digital device, right? So, if human brain can be so powerful and it's analog, can we create a computer using analog components rather than digital components? Again, now we are creating biological computers. So, any of these transitions, new leadership can emerge only if you are doing research in that area, and that I believe is the opportunity. So, do not look at something where others are leading, look at things where nobody is leading and see whether you can actually be the leader there. That is what I would say for youth today, for scientists today. ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ഹാർവാർഡ് ബിസിനസ് സ്കൂള് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തത് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സക്സസ് സ്റ്റോറിയാണ്. ഹൗ ഡിഡ് വേൾഡ് ക്ലാസ് സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനീസ് എമേർജ് ഫ്രം ഇന്ത്യ. അതിൽ കൂടുതൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഇൻഫോസിസിൻ്റെ സക്സസ് സ്റ്റോറിയാണ്. അപ്പോൾ അവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, പ്രഡിക്റ്റബിലിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഡി റിസ്കിങ്. ഇപ്പോൾ സാറ് പറഞ്ഞത് അതുമായിട്ട് അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അത് how you create a great company, a company that is long lasting, a company that's a sustainable enterprise that will last for many years to come. Then the principles that we came up with is what we call the PSPD model, predictable, sustainable, profitable, de-risked enterprise. All aspects നോക്കിയിട്ട് നന്നായിട്ട് നടക്കുന്ന, നന്നായിട്ട് ഗവേൺ ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസ് ക്രിയേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ലാസ്റ്റ് ലോങ്. ദാറ്റ്സ് വെയർ ദ പ്രിൻസിപ്പിൾ കെയിം ഫ്രം, ആൻഡ് ഇൻഫോസിസ് has demonstrated. Now we have crossed 45 years, pretty soon we will be 50 years old. We means Infosys will be 50 years old. So, that shows that we are on the path to creating a sustainable, long lasting enterprise, and we need many such examples in India. We can't again transition to become an economic superpower unless we have multinational enterprises that dominate their sector in the world. We need lot more such examples, or a TCS or a Wipro or Infosys or an HCL. We did it in IT services. We need similar companies in automotive. We are starting to do that. In two-wheelers, we are number one in the world. Four-wheelers, we are probably fourth or fifth. So, in each sector, we need to be in the top 5 in the world. Our companies must be in the top 5 in the world. For that, the PSPD model is actually a very good model to adopt to become a sustainable enterprise and a scalable, growing enterprise. ഇപ്പോൾ IT രംഗത്ത് ഇന്ത്യ ഒരു ഗ്ലോബൽ സൂപ്പർ പവർ ആക്കിയതിൽ ഇൻഫോസിസിന് വളരെ നിർണായകമായ പങ്കുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ കാണുന്നത് ഇപ്പോൾ മറ്റു കമ്പനീസും നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര യൂണിറ്റി ഉണ്ടായിരുന്നു. മറ്റൊരു രംഗത്തും ഇല്ലാത്ത യൂണിറ്റി ഉണ്ടായിരുന്നു. അവിടെ നാസ്കോം പോലൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രി, അക്കാദമിയ, ഗവൺമെൻറ് പാർട്ട്ണർഷിപ്പ് മറ്റെങ്ങുമില്ലാത്ത പോലെ ലോകത്തിന് തന്നെ ഒരു മോഡലായിട്ടുണ്ടായിരുന്നു. അവിടെ വിറ്റൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് സെക്രട്ടറി ഉണ്ടായിരുന്നു ഈ ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ പാർക്കൊക്കെ അനുവദിക്കുന്നതിൽ. അപ്പോൾ അതിന് സമാനമായിട്ട് ഇപ്പോൾ ഒരു ന്യൂറോ സയൻസ് റിസർച്ചിൽ നമ്മൾ മുന്നേറാൻ ആ ഒരു നാസ്കോമിന് പകരം ആരുണ്ട്, വിറ്റലിന് പകരം ആരുണ്ട്, ആരെയാണ് കാണുന്നത്? അറ്റംപ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ സെമി കണ്ടക്ടറിൽ ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ എഫേർട്ട് എടുക്കാൻ, ഹാർഡ്വെയറിൽ, പിന്നെ ബയോടെക്കിൽ. പക്ഷെ ഇതിനെല്ലാം ഒരു യൂണിറ്റി വേണം, ഡിഫറെൻറ്റ് റിസർച്ച് സെൻറ്റേഴ്സ് എല്ലാം കൂടെ ഒരു. So, we are now saying that if we have to be truly a multinational in a sector, we have to also make sure that that industry is also very large. It can't be one company in isolation. There have to be 4, 5, 6 companies together. So, when we built our companies, we realized that we are also building an industry from India. Our realization
again is this story of Indian IT services is an example for that, and that's the reason why I wrote the book, right? Because I was very proud of what we have achieved. Fierce competitors, but working together to create an industry. Actually, that's the message that we want to give to other industry sectors. Can we create sectors where India leads the world? That means we need to work together. Government has to support this. We need to create policies to help that. We need to make sure that our academic institutions create the human capital required for making this happen. So that's the thing. Now, there will be people like NVITL who will come forward once we create this vision, once we create this roadmap and set up that goal. I strongly believe that we have now the opportunity. In 1993, we were about $600 billion economy, very small. Today, we are a $4 trillion economy. We have slowly risen to become the 5th largest economy. We will be soon the 4th largest economy in the world. So, we are really progressing and making ourselves heard in the world. So, I'm very hopeful about that actually, and slowly we will actually do that. In electric automotive space, we have one of the best let's say ecosystem in the world. So, slowly it's happening. നോൺ പേഴ്സണൽ ഡേറ്റയ്ക്ക് ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ സമിതിയുടെ അധ്യക്ഷനായിരുന്നല്ലോ സർ. ഇന്ത്യ ഡേറ്റ ആക്സസിബിലിറ്റി ആൻഡ് യൂസ് പോളിസി 2022 അതിൻ്റെ ഡ്രാഫ്റ്റും പുറത്തിറങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു ഉദ്യമം ലോകത്ത് ആദ്യമായിട്ടാണെന്നും കേട്ടു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് വിവരിക്കുക. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, സ്കോപ്പ് എന്താണ്? ലക്ഷ്യം വന്നിട്ട് we are living in a world where there is abundance of data. There is data about phenomenon, which is what non-personal data is, and data about the individual and entities, which is the personal data. Data should be treated as a strategic asset at the national level എന്ന് സർ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. It is an asset actually, and it can be leveraged to create new opportunities for commerce, for new businesses to arise. If you look at the AI and machine learning, data is the input, right, to train the models and things like that, and you need more and more data to train models. So, data is an asset. So, can we monetize that data? If we want to monetize the data, we have to establish our rights on that data at the individual level as well as on the non-personal data level. Who is the owner of that data? So, we are clearly establishing that as a proxy for the individual, because the individual is not identifiable, it is the phenomenon, it is the data about Indians. So, as a country, we are establishing our right over our data. So, this is the report which established that actually. Parts of this is being implemented now, Government of India is doing that, and other countries are also looking at this to establish their own rules and regulations. So, I am hopeful all these things are actually moving in the right direction, and I am very hopeful that this will also help us establish the right set of privacy rules, the right set of data rights in the country. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ 3600 കോടി രൂപ വകയിരുത്തിയ നാഷണൽ മിഷൻ ഓൺ ഇന്റർ ഡിസിപ്ലിനറി സൈബർ ഫിസിക്കൽ സിസ്റ്റം, സർ അത് നേരത്തെ സൂചിപ്പിച്ചു, അതിൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസും ഗോളും എന്താണ്? ഇത് ട്രാൻസ്ലേഷണൽ റിസർച്ച് ഫോക്കസ് ചെയ്യുക, ടു ക്രിയേറ്റ് എ കൾച്ചർ ഓഫ് ട്രാൻസ്ലേഷണൽ റിസർച്ച് ഇൻ അവർ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ പറഞ്ഞില്ലേ 25 ടെക്നോളജി ഇന്നൊവേഷൻ ഹബ്സ് ക്രിയേറ്റ് ചെയ്തു ഞങ്ങൾ. സോ ദാറ്റ്സ് എ മോഡൽ ഫോർ ഹൗ യു വിൽ ടേക്ക് an idea from lab to market. How do you commercialize it? For the first time, it was clearly established how we can go about doing this, and we are hopeful that lot more startups will come. This will also give you opportunity to fund this innovation hubs, right? Institute na fund cheyidala, then the problem is it will go into research and will probably result in a paper, whereas if we fund the innovation hub, it will actually fund a startup. So, automatically you are actually helping a product to be commercialized, a product to be marketed,
etc. So that shift in focus of where the funding should happen, how can you create industry academia collaboration എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയ ഈ പ്ലസ് ഓഫ് കോഴ്സ് ദർ വാസ് ക്ലിയർ technology goals also, that is advances in robotics, advances in machine learning ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഡിഫറെൻറ്റ് ഏരിയാസ് നമ്മൾ ഈ സ്മാർട്ട് സിറ്റി ഡെവലപ്മെന്റ് അഗ്രികൾച്ചറിലേക്കൊക്കെ അഗ്രികൾച്ചർ ഉണ്ട്, സ്മാർട്ട് സിറ്റി ഇല്ല ഇതില്ല. ഈ പ്രോഗ്രാമിൽ സ്മാർട്ട് സിറ്റി അഗ്രികൾച്ചറിൽ agriculture ഉണ്ട്. ഇന്നോവേഷൻസ് how do you leverage satellite data, how do you leverage sensors for providing inputs to the farmer, when to water, what to sow, അതൊക്കെ in the part of this using sensors. അപ്പോൾ ഇത്രയും ഒരു മിഷൻ സാറ് ഏകോപിപ്പിക്കുകയാണ്, സയൻസ് ഫിലാൻത്രോപ്പി, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ 2 സമിതികളിൽ ഇതിൽ ഒക്കെ കൂടെ സാറിനൊരു ബ്രോഡർ വിഷൻ കാണുമല്ലോ. അപ്പോൾ വേർ ആർ വി ഹെഡിങ് അവർ നേഷൻ ആൻഡ് വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? So clearly we want to be an economic superpower, and the path to that is, again I repeat, the technology and scientific superpower. We have to take that path to reach economic superpower. So adana goal. Then you can only do few things, right? You have to work in few areas, show that it's feasible to do. These are like pilots, and then as pilots succeed, hopefully more people will try more pilots, more successes will happen, and that journey will happen. സാറ് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ മാത്രമല്ല, വേറെയും പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ്? So next step is we want to increase research funding. We want to increase the collaboration between industry and academia. We want to create leadership in white spaces that exist today. A lot of emerging technologies on the quantum, in biotech and things like that. For example, for cure for cancer, immunotherapy is one of the areas. So can we establish leadership there? In neurodegenerative diseases, can we establish leadership there? So ഓരോ ഏരിയയിലും battery technology in automotive, or in unmanned vehicles, can we establish leadership? So ഓരോ ഏരിയയിലും can we establish leadership? That's the goal. And then when we consolidate in certain areas, we will have leadership in the world. സാറിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി എടുക്കുകയാണെങ്കിൽ, സാർ ട്രിവാൻഡ്രത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് ഇന്നൊരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ റിസർച്ച് സെൻറ്റർ മാത്രമല്ല ഫണ്ട് ചെയ്യുന്നത്, US യൂണിവേഴ്സിറ്റികളിലേക്കും ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, ആദ്യമില്ല. ഇല്ല, പ്രൈമറി ഇന്ത്യ മാത്രമേ ഉള്ളൂ. US ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, സോ ദാറ്റ് ദേ കൊളാബറേറ്റ് വിത്ത് ഇന്ത്യ. ദാറ്റ്സ് ഓൺലി തിങ്. I don't fund independently, but only to make them collaborate with India, because we don't want to start from the bottom. We should start on par with the rest of the world and lead. Adina we have to set up collaborations. അപ്പോൾ ആ ഒരു ഗ്രോത്തിലേക്ക് ഉള്ള ആ ഒരു സ്റ്റോറി ഒന്ന് പറയാമോ, ചുരുക്കി ഒരു വിഷയം സാറിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി? I would say a lot of luck, because there were a lot of twists and turns. ഇവിടെ പഠിക്കുമ്പോൾ എൻ്റെ ഫാമിലി was hoping that I'll become a doctor. അന്ന് ജോയിൻ്റ് ആൻഡ് എക്സാമിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. സോ മെഡിക്കൽ കോളേജിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തുള്ളൂ, പ്രീ ഡിഗ്രി മാർക്ക് വെച്ചിട്ട്. പക്ഷേ കിട്ടിയില്ല അഡ്മിഷൻ. 3 മാർക്സിൻ്റെ കിട്ടിയില്ല. സോ ഐ ചേഞ്ച് മൈ ട്രാക്ക് ടു ടേക്ക് BSc ഫിസിക്സ് അറ്റ് യൂണിവേഴ്സിറ്റി കോളേജ്. ലക്കിലി എനിക്ക് IIT മദ്രാസിലേക്ക് MSc ഫിസിക്സിലേക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ വെച്ചാണ് ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു കമ്പ്യൂട്ടേഴ്സ്. ദെൻ സ്വിച്ച് ടു doing a master's in computer science. Then luckily I got a job in Padni Computers. അതിനു മുമ്പ് തന്നെ അവിടെ സാർ ഈ ചെന്നൈ IIT ഈ ബ്രെയിൻ മാപ്പിങ്ങിൻ്റെ ഒരു ചില പ്രോജക്ട്സിൽ ഏർപ്പെട്ടിരുന്നു. അന്നത്തെ ആ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതിലേക്ക്? അത് ചെയ്തത് കമ്പ്യൂട്ടർ സെൻറ്റർ ആക്സസ് കിട്ടാൻ വേണ്ടി മാത്രം എനിക്കൊരു ഫുൾ കമ്പ്യൂട്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ കിട്ടി. അത് ചെയ്തതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് see, all the development in computer science happened because of people wondering about the brain. So I was fascinated with the brain even then. But then Padni Computers എനിക്ക് ജോബ് കിട്ടി.
അവിടെയാണ് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്തത്. ഫൗണ്ടേഴ്സ് ഓഫ് ഇൻഫോസിസ് മെറ്റ് there. And then when Narayan Murthy asked, would you like to join me? I said yes. See, there could have been many other choices that could have happened, right? നിങ്ങൾ 7 പേരുണ്ടായി. 7 പേരുണ്ടായിരുന്നു. So many other things could have happened if I had taken the wrong decision, right? And I took the right decision in hindsight purely by luck. There was no deep thinking or anything like that. I knew this was probably the direction I wanted to take, but nobody could have imagined that it will be so successful, that I would be sitting here talking to you, right? So a lot of luck is also there. But the message is anybody can do what I have done, right? From anywhere. If somebody, but one thing is that Trivandrum is an ideal place for somebody to go to school or college, because it's a small city still, lot of educational opportunities are there. Big city le problems ഒന്നും ഇതുവരെ വന്നിട്ടില്ല. So I think it's a wonderful city for a student to start their career, student to start their journey, and I was lucky that it all helped me. ഇപ്പോൾ ഓൺടർപ്രനേഴ്സ് ആകുന്ന യങ് ജനറേഷന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? The next 30 years are going to be even better and more exciting, more opportunities. I strongly believe that India will become a $30 trillion economy. That means ഇന്നത്തെ 4 trillion to 30 trillion, 8 times growth. In my adult journey, I have seen India growing 6 times. But in the next 30 years, I think it will grow 8 times. That's a wonderful period to be in. And so each person should, each youth should ask the question, what role can I play? I had a small role to play and it was very exciting. Now each person should ask the question, what role can I play? How can I make use of my capabilities, my knowledge, my resources to make India a developed nation? And if you do that, I am sure that the individual will also benefit, their families will benefit, and everybody will be appreciative. ഇപ്പോൾ നമ്മൾ ഈ ഗിവിങ് ബാക്ക് ടു കമ്മ്യൂണിറ്റി രീതിയിൽ ഇപ്പോൾ സാറ് ദേശീയ തലത്തിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിനായിട്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിനായിട്ട് സാർ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പം സാർ പഠിച്ച മോഡൽ സ്കൂള്, ആർട്സ് കോളേജ്, ഇപ്പോൾ ഈ സിറ്റി, അങ്ങനെ നമ്മൾ എന്തെടുത്താലും സാറിൻ്റെ ഹോം സ്റ്റേറ്റ്, ഹോം സിറ്റിക്ക് വേണ്ടി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു 6-7 കൊല്ലം മോഡൽ സ്കൂൾ സപ്പോർട്ട് ചെയ്തു. ബട്ട് അത് ഇറ്റ് ഡിൻ വർക്ക് ഔട്ട് വെരി വെൽ. സോ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇനിഷ്യലി സക്സസ്ഫുൾ ആകില്ല, ബട്ട് ഐ കീപ് ട്രൈയിങ്. കേരളത്തിലെ ഒരു 160 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ടു ഗോ ഫോർ എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ ത്രൂ രാമകൃഷ്ണ ആശ്രം ഇൻ ഒറ്റപ്പാലം. It started in Kayangulam, then went to Ottapalam. So we are giving 160 scholarships. So I'm involved in many things that happens in Kerala. I'm involved. Startup villages set up ചെയ്തതിൽ എനിക്കൊരു ചെറിയ റോൾ ഉണ്ടായിരുന്നു എറണാകുളത്ത്. സോ കളമശ്ശേരിയിൽ I was there. ഇവിടെ നമ്മളിപ്പം ഇന്ത്യയിലെ ആദ്യ സോഫ്റ്റ്വെയർ പാർക്ക് നമ്മൾ ട്രിവാൻഡ്രത്ത് എന്നതുപോലെ ആദ്യ ഹാർഡ്വെയർ പാർക്കും കളമശ്ശേരിയിലാണ്. അപ്പോൾ അവിടെ സാർ അതിനൊക്കെ മുമ്പ് തന്നെ ഞാനവിടെ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പ് വില്ലേജ് സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാനവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഫോസിസ് ട്രിവാൻഡ്രത്ത് വരാൻ one of the reasons is actually I helped make that decision to come to Trivandrum. So wherever I can, I am helping. ഇപ്പോൾ now Sri Chitrayil involved ആണ്. So I am trying to do in my own way. I told you, 2 days back I was at Chinmaya Vishwavidyapeeth. So I am trying to be involved. I said Trivandrum, I am involved in a small way. ഇപ്പോൾ സാറ് ശ്രീ ചിത്രയുടെ മാത്രമല്ല IASC ഗവേണിംഗ് ബോഡി അധ്യക്ഷനാണ്. അതുപോലെ തന്നെ പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, ഗവേണിംഗ് ബോഡിയിലുണ്ട്, കർണാടക ഗവൺമെൻറ്റിന് അഡ്വൈസർ പോസ്റ്റിലുണ്ട്. അതുപോലെ കേരള സർക്കാരുമായിട്ട് എന്തെങ്കിലും on paper, quote unquote, involved with Startup Mission, Kerala Startup Mission. Yes, I am there. Whenever they have reached out to me, I have tried to help them out. I am always available.
It's an honor for us to have you in Science Talk, sir, and we wish you continued success in your efforts to position our country as a global leader in research and innovation. No, Thank thank you you, very much, Salini. sir. Thank you for having me. Thank you, Asianet, for giving me this opportunity to talk to the audience. Thank you. This is Science Talk. Until next time, keep asking questions, staying curious, and building a better tomorrow.